ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാരൂസ് എഡു ടിപ്സ്. എല്ലാ കൂട്ടുകാർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അങ്ങനെ 10th പ്രിലിംസിൻ്റെ സെക്കൻഡ് സ്റ്റേജ് എക്സാം കഴിഞ്ഞു. ഈ രണ്ട് ഘട്ടത്തിലും, ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും ആവർത്തിച്ച് ചോദിച്ച ചില ടോപ്പിക്കുകളുണ്ട്. അടുത്ത മൂന്നാം ഘട്ടത്തിലും ഈ ടോപ്പിക്കുകൾ വീണ്ടും ആവർത്തിക്കാം. അതുകൊണ്ട് അത് പഠിക്കണം. അടുത്ത ഘട്ടത്തിൽ പരീക്ഷ എഴുതുന്നവർക്ക് കൂടുതൽ മാർക്ക് നേടാൻ അത് സഹായിക്കും. നമ്മൾ ആവർത്തിച്ച് ചോദിച്ച ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ രാജാറാം മോഹൻ റോയിയെക്കുറിച്ച് രണ്ട് ഘട്ടത്തിലും ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. ആദ്യ ഘട്ടത്തിൽ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. രണ്ടാം ഘട്ടത്തിൽ ചോദിച്ചത് താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തത്: 1. പ്രിസെപ്റ്റസ് ഓഫ് ജീസസ്, 2. തുഹ്ഫത്തുൽ മുവാഹിദീൻ, 3. ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്, 4. സതിഹിത ബോധിനി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 4 മാത്രം. സതിഹിത ബോധിനിയാണ് ആൻസർ. സതിഹിത ബോധിനി വീരേശലിംഗത്തിൻ്റേതാണ്. അപ്പോൾ രാജാറാം മോഹൻ റോയിയെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് നോക്കാം. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഉൾപ്പെടെ നമുക്ക് പഠിക്കാം. രാജാറാം മോഹൻ റോയ് 1772 മെയ് 22 പശ്ചിമ ബംഗാളിലെ രാധാനഗറിലാണ് ജനിക്കുന്നത്. രാജാറാം മോഹൻ റോയ് 1772 മെയ് 22 പശ്ചിമ ബംഗാളിലെ രാധാനഗറിലാണ് ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് രമാകാന്ത് റോയ്, അമ്മയുടെ പേര് തരുണി ദേവി. അച്ഛൻ്റെ പേര് രമാകാന്ത് റോയ്, അമ്മയുടെ പേര് തരുണി ദേവി. ഭാര്യ ഉമാദേവി, ഭാര്യയുടെ പേര് ഉമാദേവി. അടുത്തത് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ഇങ്ങനെ വിശേഷിപ്പിച്ചതാര്? രാജാറാം മോഹൻ റോയിയെ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവെന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യൻ മത പുനരുദ്ധാരണത്തിൻ്റെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ മത പുനരുദ്ധാരണത്തിൻ്റെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്നു. ഇങ്ങനെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇന്ത്യൻ മത പുനരുദ്ധാരണത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് ആര്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. അതുപോലെ ബ്രഹ്മസമാജ സ്ഥാപകൻ ആര്? രാജാറാം മോഹൻ റോയ്. അദ്ദേഹം ബ്രഹ്മസമാജം സ്ഥാപിച്ചത് 1828 ഓഗസ്റ്റ് 20 രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത്. അപ്പോൾ ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ് 1828 ആഗസ്റ്റ് 20 ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത്. അതുപോലെ ബ്രഹ്മസമാജം ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന പേര് ബ്രഹ്മസഭ എന്നാണ്. ഈ ബ്രഹ്മസമാജം ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ബ്രഹ്മസഭ എന്നാണ്. ഈ ബ്രഹ്മസഭ വീണ്ടും ബ്രഹ്മസമാജമായത് 1830 ബ്രഹ്മസഭ ബ്രഹ്മസമാജ് എന്ന പുനർനാമകരണം ചെയ്തത് 1830. ഈ ബ്രഹ്മസമാജം 1866 രണ്ടായി പിരിഞ്ഞ് ആദി ബ്രഹ്മസമാജമെന്നും ഭാരതീയ ബ്രഹ്മസമാജമെന്നും അറിയപ്പെടുന്നു. ഈ ബ്രഹ്മസമാജം രണ്ടായി പിരിഞ്ഞ് ആദി ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവും. ഇതിൽ ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ ടാഗോറും ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് കേശവ ചന്ദ്രസെന്നുമാണ്. അപ്പോൾ ബ്രഹ്മസമാജം രണ്ടായി പിരിഞ്ഞ് ആദി ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവും ഉണ്ടായി. ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ ടാഗോറും ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് കേശവ ചന്ദ്രസെന്നും. അതുപോലെ 1878 സാധാരണ ബ്രഹ്മസമാജം ഉണ്ടായി. അതിന് നേതൃത്വം നൽകിയത്, ഇത് രൂപീകരിച്ചത് ആനന്ദമോഹൻ സിംഗും ശിവനാരായണൻ ശാസ്ത്രിയുമാണ്. അതുപോലെ രാജാറാം മോഹൻ റോയ് ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിൻ്റെ സന്താനം എന്നറിയപ്പെടുന്നു. ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിൻ്റെ സന്താനം എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയിയാണ്. അതുപോലെ ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യത്തെ ഭാരതീയനാണ് രാജാറാം മോഹൻ റോയ്. ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യത്തെ ഭാരതീയനാണ് രാജാറാം മോഹൻ റോയ്. അക്ബർ ഷാ സെക്കൻഡിൻ്റെ പ്രതിനിധിയായിട്ടാണ് രാജാറാം മോഹൻ റോയ് ഇംഗ്ലണ്ട് സന്ദർശിച്ചത്. അതുപോലെ
രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന ബഹുമതി നൽകിയത് ഈ അക്ബർ ഷാ സെക്കൻഡാണ്. രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന ബഹുമതി നൽകിയത് അക്ബർ ഷാ സെക്കൻഡാണ്. അതുപോലെ ഒരുപാട് വട്ടം ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്, രാജാറാം മോഹൻ റോയ് ആത്മീയ സഭ സ്ഥാപിച്ചത്. 1815 രാജാറാം മോഹൻ റോയ് ആത്മീയ സഭ സ്ഥാപിച്ചത്. അതുപോലെ 1817 ഡേവിഡ് ഹാരയുമായി ചേർന്ന് രാജാറാം മോഹൻ റോയ് കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചു. 1817 ഡേവിഡ് ഹാരയുമായി ചേർന്ന് രാജാറാം മോഹൻ റോയ് കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചു. അതുപോലെ അടുത്ത ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. അത് സംവാദ് കൗമുദിയാണ്. 1821 രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം സംവാദ് കൗമുദി. അതുപോലെ രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മിറാത്തുൽ അക്ബർ. 1822 പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രം മിറാത്തുൽ അക്ബർ, ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം സംവാദ് കൗമുദി. അതുപോലെ രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് ബംഗദൂത്. 1829 രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് ബംഗദൂത്. അതുപോലെ രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ച വർഷം 1825 കൊൽക്കത്തയിൽ. പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, ഇനിയും ചോദിക്കാം. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ച വർഷം 1825 കൊൽക്കത്തയിലാണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ മിഷണറി സ്കൂൾ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച വർഷം 1830 ഇന്ത്യയിലെ ആദ്യത്തെ മിഷണറി സ്കൂൾ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച വർഷം 1830. അതുപോലെ രാജാറാം മോഹൻ റോയിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച ഒരു സംഘടന ഉണ്ട്. അത് തത്വബോധിനി സഭയാണ്. രാജാറാം മോഹൻ റോയിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച സംഘടന ഏത്? തത്വബോധിനി സഭ. അതുപോലെ സതി നിർത്തലാക്കാൻ മുൻകൈയെടുത്ത വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. 1829 ഡിസംബർ 4 വില്യം ബെന്റിപ്രഭു ആണ് സതി നിർത്തലാക്കിയത്. ഇതിന് സഹായങ്ങൾ ചെയ്തു കൊടുത്ത വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ രാജാറാം മോഹൻ റോയുടെ ഒരു പ്രധാന പുസ്തകമാണ് തുഹ്ഫത്തുൽ മുവാഹിദീൻ, എന്ന് വെച്ചാൽ ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ രാജാറാം മോഹൻ റോയിയുടെ ജീവചരിത്രകാരനാണ് മേരി കാർപ്പൻ്റർ. രാജാറാം മോഹൻ റോയിയുടെ ജീവചരിത്രകാരനാണ് മേരി കാർപ്പൻ്റർ. അതുപോലെ കേരളത്തിൽ ബ്രഹ്മസമാജത്തിൻ്റെ പ്രചരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് അയ്യത്താൻ ഗോപാലൻ. കേരളത്തിൽ ബ്രഹ്മസമാജത്തിൻ്റെ പ്രചരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് അയ്യത്താൻ ഗോപാലൻ. അതുപോലെ രാജാറാം മോഹൻ റോയ് അന്തരിക്കുന്നത് 1833 സെപ്റ്റംബർ 27 ഇംഗ്ലണ്ടിൽ വെച്ചാണ് അദ്ദേഹം മരിക്കുന്നത്. രാജാറാം മോഹൻ റോയിയുടെ മരണം 1833 സെപ്റ്റംബർ 27 ഇംഗ്ലണ്ടിൽ വച്ചാണ്. അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം അർണോസ്വാലെ ശ്മശാനം ബ്രിസ്റ്റോളിലാണ്. അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം എന്ന് പറയുന്നത് അർണോസ്വാലെ ശ്മശാനം ബ്രിസ്റ്റോൾ. ഈ ബ്രിസ്റ്റോൾ ഇംഗ്ലണ്ടിലാണ്. അപ്പോൾ അടുത്ത ഘട്ടത്തിലും രാജാറാം മോഹൻ റോയിയെക്കുറിച്ച് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. വീണ്ടും ആവർത്തിച്ച് ചോദിക്കാം. രാജാറാം മോഹൻ റോയിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപകൻ, ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരൻ, അതുപോലെ ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന വജ്രസൂചി എന്ന നാടകം ബംഗാളി ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്ത വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. അതുപോലെ രാജാറാം മോഹൻ റോയിക്ക് രാജ എന്ന ബഹുമതി നൽകിയത് അക്ബർ ഷാ സെക്കൻഡാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവെന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഇന്ത്യൻ മത പുനരുദ്ധാരണത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. രാജാറാം മോഹൻ റോയ് ആത്മീയ സഭ സ്ഥാപിച്ചത് 1815 അതുപോലെ രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം സംവാദ് കൗമുദി, പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ചത് മിറാത്തുൽ അക്ബർ. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രസിദ്ധീകരണമാണ് ബംഗദൂത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ രാജാറാം മോഹൻ റോയിയുടെ ഒരു പ്രധാന പുസ്തകമാണ് തുഹ്ഫത്തുൽ മുവാഹിദീൻ, ഏകദൈവ വിശ്വാസികൾക്കൊരു ഉപഹാരം, 1805. അതുപോലെ അടുത്തൊരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് ജീസസിൻ്റെ കൽപ്പനകൾ. 1820 ജീസസിൻ്റെ കൽപ്പനകൾ. കേരളത്തിൽ ബ്രഹ്മസമാജത്തിൻ്റെ പ്രചരണത്തിന് നേതൃത്വം നൽകിയത് അയ്യത്താൻ ഗോപാലൻ. ഇദ്ദേഹം ജനിച്ചത് ബംഗാളിലെ രാധാനഗറിലാണ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് 1828 ഓഗസ്റ്റ് 20 രാജാറാം മോഹൻ റോയിയെക്കുറിച്ച് നല്ലതുപോലെ പഠിക്കുക. വീണ്ടും ക്വസ്റ്റ്യൻ വരാം. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്
വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത് 1924 മാർച്ച് 30-നാണ്. 1924 മാർച്ച് 30-നാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. എന്താണ് ഈ വൈക്കം സത്യാഗ്രഹം? ഇന്ത്യയിൽ അയിത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയിൽ അയിത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം. ഈ വൈക്കം സത്യാഗ്രഹം വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടത്തിയ ഒരു പോരാട്ട പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടത്തിയ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. ഈ വൈക്കം സത്യാഗ്രഹം 603 ദിവസം നീണ്ടുനിന്ന്. വൈക്കം സത്യാഗ്രഹം 603 ദിവസം നീണ്ടുനിന്നു. ഈ സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23-നാണ്. 603 ദിവസം ഈ സത്യാഗ്രഹം നീണ്ടുനിന്നു. ഈ സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23-നാണ്. ഈ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികൾ 1924 മാർച്ച് 30-ന് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികൾ കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ. ഇവരാണ് ഈ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. ആരൊക്കെയാണ്? കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാക്കൾ എന്ന് പറയുന്നത് TK മാധവനും KP കേശവമേനോനുമാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാക്കൾ ആരൊക്കെയാണ്? TK മാധവനും KP കേശവമേനോനും. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മറ്റ് നേതാക്കൾ എന്ന് പറയുന്നത് CV കുഞ്ഞിരാമൻ, K കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ, കുരൂർ നീലകണ്ഠപിള്ള, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള. ഇവരൊക്കെയാണ് മറ്റ് നേതാക്കൾ. അതുപോലെ വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ശ്രീമൂലം തിരുനാളാണ് ഭരണാധികാരി. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയോ ആരായിരുന്നു? റാണി സേതു ലക്ഷ്മിഭായിയാണ് വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി. അതുപോലെ ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ക്യാമ്പ് സന്ദർശിച്ച ഒരു ദേശീയ നേതാവുണ്ട്. ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ക്യാമ്പ് സന്ദർശിച്ച ഒരു പ്രധാന ദേശീയ നേതാവാണ് ആചാര്യ വിനോബ ഭാവെ. അതുപോലെ വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ സംഘടിപ്പിച്ച വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. ഭാരത കേസരി എന്നറിയപ്പെടുന്ന മന്നത്ത് പത്മനാഭൻ, മദൻ മോഹൻ മാളവ്യ എന്നൊക്കെ അറിയപ്പെടുന്ന മന്നത്ത് പത്മനാഭനാണ് സവർണജാഥയ്ക്ക് നേതൃത്വം നൽകിയത്. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് ഇവിടെ നിന്നാണ് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ സംഘടിപ്പിച്ച വ്യക്തി ആരാണ്? മന്നത്ത് പത്മനാഭൻ. ഈ മന്നത്ത് പത്മനാഭൻ സവർണജാഥ സംഘടിപ്പിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭൻ സവർണജാഥ സംഘടിപ്പിച്ചത്. ഈ സവർണജാഥ ആരംഭിച്ചത് 1924 നവംബർ 1-നാണ് സവർണജാഥ ആരംഭിക്കുന്നത്. ഈ സവർണജാഥ തിരുവനന്തപുരത്ത് എത്തിയത് 1924 നവംബർ 12-നാണ്. അപ്പോൾ സവർണജാഥ ആരംഭിച്ചത് 1924 നവംബർ 1. പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. സവർണജാഥയ്ക്ക് നേതൃത്വം നൽകിയത് പ്രീവിയസ് ക്വസ്റ്റ്യനാണ് മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ സംഘടിപ്പിച്ച വ്യക്തി ആരാണ്? മന്നത്ത് പത്മനാഭൻ. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭൻ ഈ ജാഥ സംഘടിപ്പിക്കുന്നത്. അതുപോലെ മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചത് EV രാമസ്വാമി നായ്ക്കരാണ്. മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചത് EV രാമസ്വാമി നായ്ക്കർ. ഇദ്ദേഹത്തിൻ്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? പെരിയോർ, വൈക്കം ഹീറോ എന്നൊക്കെ അറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കറാണ്. അതുപോലെ EV രാമസ്വാമി നായ്ക്കരുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് എവിടാണ്? വൈക്കത്താണ്. അപ്പോൾ മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചത് EV രാമസ്വാമി നായ്ക്കറാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് വൈക്കത്താണ്. അദ്ദേഹത്തിൻ്റെ മറ്റ് പേരുകളാണ് പെരിയോർ, വൈക്കം ഹീറോ എന്നൊക്കെ അറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കറാണ്. അതുപോലെ ഈ വൈക്കം സത്യാഗ്രഹികൾക്ക് സൗജന്യ ഭക്ഷണശാല തുറന്നു സഹായിച്ചത് ആരാണ്? അകാലികളാണ്. വൈക്കം സത്യാഗ്രഹികൾക്ക് സൗജന്യ ഭക്ഷണശാല തുറന്ന് സഹായം നൽകിയത് ആരാണ്? അകാലികളാണ്. അപ്പോൾ നമ്മൾ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചാണ് പറഞ്ഞത്.
അടുത്ത ഘട്ടത്തിലും ഈ വൈക്കം സത്യാഗ്രഹം ചോദിക്കാം. നല്ലതുപോലെ പഠിക്കുക. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചതെന്നാണ്? 1924 മാർച്ച് 30-നാണ്. ഇത് അവസാനിക്കുന്നത് 1925 നവംബർ 23-നാണ്. 603 ദിവസം നീണ്ടുനിന്ന സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയിൽ അയിത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടത്തിയ ഒരു പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. ഇതിൻ്റെ പ്രധാന നേതാക്കൾ ആരൊക്കെയാണ്? ടി.കെ. മാധവനെ, കെ.പി. കേശവമേനോനാണ് പ്രധാന നേതാക്കൾ. സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികൾ ആരൊക്കെയാണ്? കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ എന്നിവരാണ് ആരംഭിച്ചത്. അതുപോലെ വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. സവർണജാഥ ആരംഭിച്ചത് 1924 നവംബർ 1. ആരുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭൻ ഈ ജാഥ നയിച്ചത്? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ്. അതുപോലെ വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാളും വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മിഭായിയുമാണ്. വൈക്കം സത്യാഗ്രഹം നല്ലതുപോലെ പഠിക്കുക. അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹം, പുലയ ലഹള, പെരിനാട് ലഹള, മലയാളി മെമ്മോറിയൽ, ഇതൊക്കെ ചോദിക്കാം. ഇതിൻ്റെ കൂടെയുള്ള മറ്റ് ലഹളകളാണ്. ഇതെല്ലാം ചോദിക്കാം. ഇതൊക്കെ പഠിക്കുക. വൈക്കം സത്യാഗ്രഹം നല്ലതുപോലെ പഠിക്കുക. വീണ്ടും അത് ആവർത്തിച്ച് അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടാകും. പഠിക്കുക, നല്ലതുപോലെ പഠിക്കുക. അതുപോലെ ആവർത്തിച്ച് വന്ന ഒരു ടോപ്പിക്കാണ് വി.ടി. ഭട്ടതിരിപ്പാടിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 1-ാം ഘട്ടത്തിൽ ചോദിച്ചത് യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം വി.ടി. ഭട്ടതിരിപ്പാട്. ഇത് 1-ാം ഘട്ടത്തിൽ ചോദിച്ച ചോദ്യമാണ്. യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് വി.ടി. ഭട്ടതിരിപ്പാട്. അതുപോലെ 2-ാം ഘട്ടത്തിൽ ചോദിച്ചത് വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകമാണ് ചോദിച്ചത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അതിൻ്റെ ഉത്തരം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അപ്പോൾ ഇനി അടുത്ത ഘട്ടത്തിലും അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകാം. വി.ടി. ഭട്ടതിരിപ്പാട് നവോത്ഥാന നായകന്മാരെക്കുറിച്ച് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ചട്ടമ്പിസ്വാമി, വൈകുണ്ഠസ്വാമി ഇവരെയൊക്കെ കുറിച്ച് ഇനിയും ചോദിക്കാം. അത് നല്ലതുപോലെ പഠിക്കുക. നമ്മൾ ഇപ്പോൾ വി.ടി. ഭട്ടതിരിപ്പാടിനെ കുറിച്ച് കൂടുതലായിട്ട് നോക്കാം. നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഉൾപ്പെടെ നോക്കാം. വി.ടി. ഭട്ടതിരിപ്പാട്, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് വെള്ളിത്തിരുത്തി താഴത്തുമനയിൽ രാമൻ ഭട്ടതിരിപ്പാട്. വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ യഥാർത്ഥ പേരാണ് വെള്ളിത്തിരുത്തി താഴത്തുമനയിൽ രാമൻ ഭട്ടതിരിപ്പാട്. പഠിക്കുക. അദ്ദേഹം ജനിക്കുന്നത് മലപ്പുറം ജില്ലയിൽ പൊന്നാനിയിലാണ് ജനിക്കുന്നത്. 1896 1896 മാർച്ച് 26 മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലാണ് മേഴത്തൂർ ഗ്രാമം. അവിടെയാണ് വി.ടി. ഭട്ടതിരിപ്പാട് ജനിക്കുന്നത്. അദ്ദേഹം മരിക്കുന്നത് 1982 ഫെബ്രുവരി 12-നാണ് മരിക്കുന്നത്. അപ്പോൾ വി.ടി. ഭട്ടതിരിപ്പാട് ജനിക്കുന്നത് 1896 മാർച്ച് 26, മരിക്കുന്നത് 1982 ഫെബ്രുവരി 12-നാണ് മരിക്കുന്നത്. അതുപോലെ ബ്രാഹ്മണ സമുദായത്തിലെ മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്ന വ്യക്തിയാണ് വി.ടി. ഭട്ടതിരിപ്പാട്. ബ്രാഹ്മണ സമുദായത്തിലെ മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്ന വ്യക്തിയാണ് വി.ടി. ഭട്ടതിരിപ്പാട്. അതുപോലെ 1908 യോഗക്ഷേമ സഭ രൂപീകരിച്ചത് വി.ടി. ഭട്ടതിരിപ്പാടാണ്. ഇതിൻ്റെ മുഖപത്രം എന്ന് പറയുന്നത് മംഗളോദയമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1908 യോഗക്ഷേമ സഭ രൂപീകരിച്ചത് 1-ാം ഘട്ടത്തിലെ ചോദ്യമായിരുന്നു. ഇതിൻ്റെ മുഖപത്രം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് മംഗളോദയം. 1908 യോഗക്ഷേമ സഭ രൂപീകരിച്ചു. ഇതിൻ്റെ മുഖപത്രമാണ് മംഗളോദയം. അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു വാചകമാണ് നമ്പൂതിരിയെ മനുഷ്യനാക്കുക. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന് പറഞ്ഞത് വി.ടി. ഭട്ടതിരിപ്പാടാണ്. അതുപോലെ നമ്പൂതിരി യുവജന സംഘം രൂപീകരിച്ചത് 1919 നമ്പൂതിരി യുവജന സംഘം രൂപീകരിക്കുന്നത് 1919. ഇതിൻ്റെ മുഖപത്രം എന്ന് പറയുന്നത് ഉണ്ണി നമ്പൂതിരിയാണ് നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ മുഖപത്രം. അതുപോലെ ഗുരുവായൂർ ക്ഷേത്രപ്രവേശന ജാഥയ്ക്കിടെ ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന് പറഞ്ഞത്
എന്ന വിവാദ പ്രസ്താവന നടത്തിയ നവോത്ഥാന നായകനാണ് VT ഭട്ടതിരിപ്പാട്. എന്താണ് പറഞ്ഞത്? ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന വിവാദ പ്രസ്താവന നടത്തിയത് VT ഭട്ടതിരിപ്പാടാണ്. ഇങ്ങനെ പറഞ്ഞ ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന ലേഖനം അച്ചടിച്ചതിനാൽ കൊച്ചി സർക്കാർ നിരോധിച്ച ഒരു പ്രസിദ്ധീകരണമാണ് ഉണ്ണി നമ്പൂതിരി കൊച്ചി സർക്കാർ നിരോധിച്ചു. ഇങ്ങനെ പറഞ്ഞ് ലേഖനം അച്ചടിച്ചതുകൊണ്ട് കൊച്ചി സർക്കാർ ഉണ്ണി നമ്പൂതിരിയെ നിരോധിച്ചു. അതുപോലെ VTയുടെ ആദ്യ കഥാ സമാഹാരമാണ് രജനി രംഗം. അതുപോലെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. VTയുടെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. അതുപോലെ 1921 ഒറ്റപ്പാലം സമ്മേളനം VT ഭട്ടതിരിപ്പാട് പങ്കെടുത്തതാണ്. 1921 ഒറ്റപ്പാലം സമ്മേളനം. അതുപോലെ 1929 അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിക്കുന്നത്. അതുപോലെ തൃശ്ശൂർ ജില്ലയിലെ ഇടക്കുന്നിൽ നിന്നാണ് ഈ നാടകം പ്രസിദ്ധീകരിക്കുന്നത്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് 1929 ഇത് പ്രസിദ്ധീകരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇടക്കുന്നിൽ നിന്നാണ്. അതുപോലെ 1931 യാചനയാത്ര ആരംഭിച്ചു. 1931 തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ. അതുപോലെ 1935 കൊടുമുണ്ടയിൽ ഒരു കോളേജ് സ്ഥാപിച്ചു. 1931 യാചനയാത്ര ആരംഭിച്ചു. 1931 യാചനയാത്ര ആരംഭിച്ച നവോത്ഥാന നായകൻ ആര്? VT ഭട്ടതിരിപ്പാട്. അതുപോലെ സാമൂഹിക പരിഷ്കരണ ജാഥ കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴന്തി വരെ 1968 ആരംഭിച്ചു. മിശ്രവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം. അതുപോലെ 1970 കണ്ണീരും കിനാവ് എന്ന ആത്മകഥ 1970 അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇനിയും ചോദിക്കാം, പഠിക്കുക. പ്രധാനപ്പെട്ട കൃതികളാണ് വിഷു കൈനീട്ടം, രജനി രംഗം, പോം വഴി, വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യരും, അതുപോലെ കർമ്മ വിഭാഗം, ദക്ഷിണായനം, കരിഞ്ചന്ത. ഇതൊക്കെ പ്രധാന കൃതികളാണ്, പഠിക്കുക. അതുപോലെ വിധവ പുനർവിവാഹം ആദ്യമായി സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ 1937 വിധവ പുനർവിവാഹം ആദ്യമായി സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് VT ഭട്ടതിരിപ്പാട്. അതുപോലെ തീയാടി പെൺകുട്ടിയിൽ നിന്നാണ് ഇദ്ദേഹം അക്ഷരാഭ്യാസം നേടിയത്. VT ഭട്ടതിരിപ്പാട് അക്ഷരാഭ്യാസം നേടിയത് തീയാടി പെൺകുട്ടിയിൽ നിന്നാണ്. അദ്ദേഹം ആദ്യമായി വായിച്ച വാക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മാന്മാർക്ക് കുട എന്നാണ് VT ഭട്ടതിരിപ്പാട് ആദ്യമായി വായിച്ച വാക്ക്. അദ്ദേഹം ആദ്യമായി വായിച്ച വാക്ക് ഏതാണ്? മാന്മാർക്ക് കുട. അപ്പോൾ VT ഭട്ടതിരിപ്പാടിനെ കുറിച്ചുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇത്രയും പറഞ്ഞത്. ഇത് പഠിക്കുക, നല്ലതുപോലെ പഠിക്കുക. ഇനിയും ചോദിക്കും, അടുത്ത ഘട്ടത്തിലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാകാം. VT ഭട്ടതിരിപ്പാടിൻ്റെ യഥാർത്ഥ നാമം എന്താണ്? വെള്ളിത്തിരുത്തി താഴത്തുമനയിൽ രാമൻ ഭട്ടതിരിപ്പാട്. വെള്ളിത്തിരുത്തി താഴത്തുമനയിൽ രാമൻ ഭട്ടതിരിപ്പാട് എന്നാണ് യഥാർത്ഥ നാമം. അദ്ദേഹം ജനിക്കുന്നത് മലബാറിലെ പൊന്നാനിയിലാണ്. മലപ്പുറം ജില്ലയിൽ പൊന്നാനിയിലാണ് ജനിക്കുന്നത്. 1896. അദ്ദേഹം മരിക്കുന്നത് 1982. അതുപോലെ യോഗക്ഷേമ സഭ 1908 നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന് പറഞ്ഞ വ്യക്തിയാണ്. യോഗക്ഷേമ സഭയുടെ മുഖപത്രം ഏതാണ്? മംഗളോദയമാണ്. അതുപോലെ നമ്പൂതിരി യുവജന സംഘം രൂപീകരിച്ചത് 1919. ഇതിൻ്റെ മുഖപത്രമാണ് ഉണ്ണി നമ്പൂതിരി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ്. അതുപോലെ ഒറ്റപ്പാലം സമ്മേളനം 1921 പങ്കെടുത്തു. അതുപോലെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം പ്രസിദ്ധീകരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇടക്കുന്നിൽ നിന്നാണ് നാടകം പ്രസിദ്ധീകരിക്കുന്നത് 1929. അതുപോലെ യാചനയാത്ര ആരംഭിച്ചത് 1931. പ്രീവിയസ് ക്വസ്റ്റ്യൻ. എവിടം മുതലാണ്? തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ. അതുപോലെ VT ഭട്ടതിരിപ്പാട് കോളേജ് സ്ഥിതി ചെയ്യുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പാലക്കാടാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടാണ്? പാലക്കാട്. VT ഭട്ടതിരിപ്പാട് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടാണ്? പാലക്കാടാണ്. അതുപോലെ കൊടുമുണ്ടയിലൊരു കോളേജ് സ്ഥാപിച്ച 1935. സാമൂഹിക പരിഷ്കരണ ജാഥ 1968 കാഞ്ഞങ്ങാട് ടു ചെമ്പഴന്തി വരെ. അതുപോലെ കണ്ണീരും കിനാവും ആത്മകഥ 1970. പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? വിഷു കൈനീട്ടം, രജനി രംഗം, പോംവഴി, വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യരും, കർമ്മവിഭാഗം, ദക്ഷിണായനം, കരിഞ്ചന്ത. ഇതൊക്കെ പ്രധാന കൃതികളാണ്. അദ്ദേഹം ആദ്യമായി വായിച്ച വാക്ക് ഏതാണ്? മാന്മാർക്ക് കുട. അപ്പോൾ നമ്മൾ 3 ടോപ്പിക്കുകളാണ് പറഞ്ഞത്. ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും ആവർത്തിച്ച ഒരുപോലെ വന്ന ടോപ്പിക്കുകൾ. രാജാറാം മോഹൻ റോയ്,
കുറിച്ചാണ് പഠിച്ചു. അത് കഴിഞ്ഞ് വൈക്കം സത്യാഗ്രഹം, VT ഭട്ടതിരിപ്പാട്. ഇത് 3 ടോപ്പിക്കുകളാണ് ഇന്ന് പറഞ്ഞത്. ഇനി ബാക്കിയുണ്ട്. ശ്രീനാരായണ ഗുരു ഉണ്ട്. അതുപോലെ ബാക്കി ആവർത്തിച്ച ടോപ്പുകൾ നമ്മൾ അടുത്ത പാർട്ടായിട്ട് ചെയ്യും. എല്ലാവരും കാണുക. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത ടോപ്പിക്കുമായി, ആവർത്തിച്ച അടുത്ത ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.